Dear students, open your note again. Open your notes. എല്ലാവരും ഞാൻ തന്നിരിക്കുന്ന ആൻസേഴ്സ് നോട്ടിൽ എഴുതിയതിന് ശേഷം മാത്രം ഈ ക്ലാസ് ഓപ്പൺ ചെയ്യുക. ക്ലാസ് ഓപ്പൺ ചെയ്ത് കാണുക. ഓക്കെ, ആ നോട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം എല്ലാവരും കാണുക. ഓപ്പൺ യുവർ നോട്ട്ബുക്ക് ആൻഡ് ടേക്ക് ദ ആൻസേഴ്സ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ലിസൺ. कुम्मी के दादाजी ने उसे क्या बताया था? കുമ്മി के दादाजी ने, ദാദാജി ഗ്രാൻഡ് ഫാദർ, കുമ്മിയുടെ ദാദാജി എന്താണ് പറഞ്ഞത്? ഉസേ ക്യാ ബതായ, എന്താണ് കുമ്മിയോട് പറഞ്ഞു കൊടുത്തത്? ഓക്കെ, മുത്തശ്ശൻ എന്തോ ഒരു കാര്യം പറഞ്ഞു കൊടുത്തായിരുന്നു. എന്താണ്? കുമ്മി के ദാദാജിനെ ഉസേ ബതായാ था. ഉമ്മിയുടെ മുത്തശ്ശൻ അവനോട് പറഞ്ഞു, ബതായാ കി എന്തെന്നാൽ. കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിൽ ചോട്ടിക്ക് മാത്രം ഇട്ടാൽ അർത്ഥം കി, എന്തെന്നാൽ, പറഞ്ഞത് എന്തെന്നാൽ, ജബ് വേ ചോട്ടേ ഥേ, ജബ് വേ ചോട്ടേ ഥേ, അതായത് ഉമ്മയുടെ ഗ്രാൻഡ് ഫാദർ കുട്ടിയായിരുന്നപ്പോൾ. തബ് ഉൻകെ ദാദാജിനെ, ഓക്കെ, ഇത് കുമ്മിയുടെ ഗ്രാൻഡ് ഫാദർ ആണ് പറയുന്നത്, അതായത് അച്ഛൻ്റെ അച്ഛനാണ് പറയുന്നത്. അപ്പോൾ ഈ അച്ഛൻ്റെ അച്ഛൻ പറയുന്നത് എന്താണ്? തബ് വേ ചോട്ടേ ഥേ, അദ്ദേഹം ചെറുതായിരുന്നപ്പോൾ ഉൻകെ ദാദാജിനെ, അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ, ഓക്കെ, ഒരു 3-4 തലമുറ കഴിഞ്ഞതിന് ശേഷമുള്ള ആളാണ് കുമ്മി. ഓക്കെ, മനസ്സിലായോ? കുമ്മിക്ക് ജബ് വേ കുമ്മിക്ക് ദാദാജിനെ കഹാദാക്കി ജബ് വേ ചോട്ടേ ഥേ, അദ്ദേഹം ചെറുതായിരുന്നപ്പോൾ ഉൻകെ ദാദാജിനെ, ആ കുമ്മിയുടെ ഗ്രാൻഡ് ഫാദറിന്റെ മുത്തശ്ശൻ പറഞ്ഞു കൊടുത്തു. എന്തെന്നാൽ, വീണ്ടും വന്നിരിക്കുന്നു കി, കഹാദാക്കി, പറഞ്ഞത് എന്തെന്നാൽ, ഉൻകെ സമാനേമേ, ഇവിടെ 2 പേര് പറഞ്ഞതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഉമ്മിക്ക് ദാദാജിനെ ഉസേ ബതായാ था कि जब वे छोटे थे तब उनके दादाजी ने कहा था कि, എന്ത് പറഞ്ഞു? ഉൻകെ സമാനേമേ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലേത് ഉമ്മിയുടെ ഗ്രാൻഡ് ഫാദറിന്റെ ഗ്രാൻഡ് ഫാദർ, ഓക്കെ, പറഞ്ഞു ഉൻകെ സമാനേമേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, ഉൻകെ ഉപയോഗിക്കുന്നത് ബഹുവചനം, ഒരാളെ ഉള്ളെങ്കിലും ബഹുവചനാർത്ഥമാണ് എന്തുപയോഗിക്കുന്നത്? ഉൻകെ എന്ന് ഉപയോഗിക്കുന്നത്. ബഹുവചനമാണ് ഉൻകെ, സിംഗുലർ ആണെങ്കിൽ ഉസ്കെ ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഗ്രാൻഡ് ഫാദർ ആയതുകൊണ്ട് ഉൻകെ. ഉൻകെ സമാനേമേ സാരി കഹാനിയാം കാഗസ് പർ ചപ്തി ഥി, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് എല്ലാ കഥകളും കാഗസ് പർ ചപ്തി ഥി, പേപ്പറിൽ പ്രിന്റ് ചെയ്യുകയും വായിക്കുകയും ചെയ്തിരുന്നു. മനസ്സിലായില്ലേ? ആ ജബ് വേ ചോട്ടേ ഥേ തബ് ഉൻകെ ദാദാജി ने कहा था कि उनके जमाने में सारी कहानियाँ कागज पर छपती थी और पढ़ी जाती थी. ഓക്കെ, ഇത്രയും പറഞ്ഞ മനസ്സിലായില്ലേ മീനിങ്സ് എല്ലാവർക്കും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഉമ്മി मन ही मन मशीनी अध्यापक को क्यों कोस रही थी? ഉമ്മി मन ही मन മഷീനി അധ്യാപകോ, ഉമ്മി മനസ്സുകൊണ്ട് ആ മഷീനി അധ്യാപകനെ ശപിച്ചത് എന്തിനായിരുന്നു? ആ മഷീനി അധ്യാപകനെ ആ ടെക്നീഷ്യൻ വന്ന് നന്നാക്കിയത് കൊണ്ടല്ലേ. അപ്പൊ എന്താണ്? ആ നന്നാക്കിയാൽ ഇനിയും എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും പഠിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഓർത്തിട്ടാണ്, ആ മെഷീന്റെ മുമ്പിൽ പോയി ഇരിക്കണമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഉമ്മി ശപിച്ചത്. നോക്കിയേ, മഷീനി അധ്യാപക की खराबी को सुधार दिया था और उम्मी को उसी समय बैठकर भूगोल का सबक सीखने बैठ जाना पड़ा था. മഷീനി അധ്യാപകന്റെ ഖരാബി, മിസ്റ്റേക്ക്, കംപ്ലൈന്റ്, സുധാർ ദിയ, ശരിയാക്കി, सुधार दिया गया था और
അതോടൊപ്പം തന്നെ നന്നാക്കി. ഇത് മാത്രമല്ല, ഉമ്മിക്ക് ഉസി സമയ ആ സമയത്ത് ബൈഠ്കർ, ഭൂഗോൾക്ക ആ സമയത്ത് ആ മഷീൻ്റെ മുമ്പിലിരുന്ന്, ബൈഠ്കർ ഇരുന്നിട്ട്, ഭൂഗോൾക്ക ജോഗ്രഫി, ഭൂഗോൾക്ക സബക് ജോഗ്രഫിയുടെ പാഠം, സീഖനെ ബൈഠ് ജാന പഠാത പഠിക്കാൻ ഇരിക്കണമായിരുന്നു. इसलिए അതുകൊണ്ട് ഉമ്മി മഷീനി അധ്യാപകോ കോസ് രഹി थी. नेक्स्ट थर्ड क्वेश्चन, कहीं कोई स्त्री या पुरुष इतने सारे विषय हमें सिखा सकता है? कहीं कोई स्त्री या पुरुष इतने सारे विषय हमें सिखा सकता है? ആരത് പറഞ്ഞത്? ഉമ്മിയാണ് അല്ലേ. രോഹിതിനെ ഇസ് പ്രശ്ന കാ ക്യാ ഉത്തർ ദിയ? രോഹിത് ഈ ക്വസ്റ്റ്യന് എന്തു മറുപടിയാണ് കൊടുത്തത്?